ലണ്ടനിൽ ആഡംബര വീടുകൾ വാങ്ങാൻ ഇറാന്റെ പരമോന്നത നേതാവിന് ദശലക്ഷക്കണക്കിന് പൗണ്ട് വായ്പ നൽകിയത് ബ്രിട്ടീഷ് ഇസ്രയേലി വ്യവസായികളുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണെന്നാണ് റിപ്പോർട്ട്. കൺസോർഷ്യം ഓഫ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുമായി സഹകരിച്ച് ഇസ്രയേലി വാച്ച് ഡോഗായ ഷോറിം നടത്തിയ അന്വേഷണത്തിലാണ് ഈ കണ്ടെത്തലുകൾ പുറത്തുവരുന്നത്. അതിപ്രശസ്തമായ നികുതി വെട്ടിപ്പ് കേന്ദ്രമായ ഐൽ ഓഫ് മാനിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിക്കാണ് 2013 അനുവദിച്ച 36 ദശലക്ഷം പൗണ്ടിന്റെ വായ്പ കൈമാറിയത്. ഈ സമയം ഇടപാടിൽ ഉൾപ്പെട്ട ഇറാനികൾ ഉപരോധത്തിന് കീഴിലായിരുന്നില്ല. വായ്പ തടയുന്നതിന് നിയമപരമായ നിയന്ത്രണങ്ങളുമില്ലായിരുന്നു. ഇസ്രയേലി ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിയെ തെരഞ്ഞെടുത്തത് ഇസ്രയേലിനോടും ഇസ്രയേലികളോടും ഇറാൻ ഭരണകൂടത്തിന്റെ മനോഭാവത്തിലെ കാപട്യത്തെയാണ് അടിവരയിടുന്നതെന്ന് വിമർശകർ പറയുന്നുണ്ട്. യുദ്ധത്തിന് 2 മാസം മുൻപ് ഖമേനിയുടെ ബിസിനസ് സാമ്രാജ്യത്തെക്കുറിച്ച് ബ്ലൂംബെർഗ് നടത്തിയ വിപുലമായ അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. രഹസ്യ ബിസിനസ് രേഖകൾ, സ്വത്ത് രേഖകൾ, പാശ്ചാത്യ രഹസ്യാന്വേഷണ കേന്ദ്രങ്ങളിൽ നിന്നുള്ള സാക്ഷ്യപത്രങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഇറാനെതിരെ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളും 2019 തനിക്ക് മേലെ ഏർപ്പെടുത്തിയ വ്യക്തിഗത ഉപരോധങ്ങളും മറികടന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് $100 കടത്താൻ ചില വർഷങ്ങളിൽ മൊജ്തബ ഖമേനിക്ക് കഴിഞ്ഞുവെന്നാണ്. ഇറാനിയൻ എണ്ണ വിൽപ്പനയിൽ നിന്നുള്ളതാണ് ഈ പണമെന്നും ബ്രിട്ടൻ, സ്വിറ്റ്സർലാൻഡ്, ലിച്ചൻസ്റ്റൈൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവിടങ്ങളിലെ കടലാസ് കമ്പനികളുടെയും നിരവധി ബാങ്ക് അക്കൗണ്ടുകളിലൂടെയും ശൃംഖലകളിലൂടെയാണ് ഇവ വെളുപ്പിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വെളുപ്പിച്ച പണം ഖമേനി കുടുംബം ഉൾപ്പെടെയുള്ള ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിലെ കൂട്ടാളികളിലേക്ക് ഒഴുകുകയും ലോകമെമ്പാടും സ്വത്തുക്കൾ വാങ്ങാൻ ഭാഗികമായി ഉപയോഗിക്കുകയും ചെയ്തു. സൈപ്രസ് പൗരത്വം കൂടിയുള്ള 57-കാരനായ ഇറാനിയൻ വ്യവസായി അലി അൻസാരിയാണ് ഈ ശൃംഖലയുടെ നട്ടെല്ലായി ബ്ലൂംബെർഗ് കണ്ടെത്തിയത്. അധിക പൗരത്വം യൂറോപ്പിലുടനീളം സംശയമുണർത്താതെ ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കാനും കമ്പനികൾ രജിസ്റ്റർ ചെയ്യാനും അദ്ദേഹത്തെ പ്രാപ്തനാക്കി. 1980-കൾ മുതൽ മൊജ്തബ ഖമേനിയെ അറിയാവുന്ന അൻസാരി റിയൽ എസ്റ്റേറ്റ് ഏറ്റെടുക്കലുകൾ കൈകാര്യം ചെയ്യുന്നത് ഉൾപ്പെടെ ഖമേനി കുടുംബത്തിന്റെ യൂറോപ്പിലെ പ്രാഥമിക പ്രതിനിധിയായി മാറി. ലണ്ടനിൽ $40 ദശലക്ഷം വിലമതിക്കുന്ന ഒരു വില്ല ഉൾപ്പെടെ ഏകദേശം $120 ദശലക്ഷം വിലമതിക്കുന്ന 12-ലധികം വസ്തുവകകൾ ഖമേനിയുടെ പേരിലുണ്ടെന്ന് ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്തു. ജർമ്മനിയിലെ 2 ഹോട്ടലുകളിൽ ഓഹരികൾ, മല്ലോർക്കയിലെ ആഡംബര ഗോൾഫ് റിസോർട്ട്, പാരീസിലെ വസ്തുവകകൾ, ദുബായിലെ ബവേർലി ഹിൽസ് ചില്ലിയിലെ ആഡംബര വില്ല എന്നിവയും അദ്ദേഹത്തിന് സ്വന്തമായുണ്ട്. യൂറോപ്പിലെ അൻസാരിയുടെ പ്രവർത്തനങ്ങൾ കുറഞ്ഞത് 1.5 പതിറ്റാണ്ടെങ്കിലും നീണ്ടുനിന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ബ്രിട്ടൻ അദ്ദേഹത്തിന് ഉപരോധം ഏർപ്പെടുത്തിയതോടെ അത് അവസാനിച്ചു. റവല്യൂഷണറി ഗാർഡിന് ധനസഹായം നൽകിയ അഴിമതിക്കാരനായ ഇറാനിയൻ ബാങ്കറും ബിസിനസ്സുകാരനുമെന്ന് അദ്ദേഹത്തെ മുദ്രകുത്തുകയും ആസ്തികൾ മരവിപ്പിക്കുകയും ചെയ്തു. ബ്ലൂംബെർഗിന്റെ ആരോപണങ്ങൾ അൻസാരി നിഷേധിക്കുകയും തനിക്ക് ഖമേനിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പറയുകയും ചെയ്തു. റിപ്പോർട്ടിനെ തുടർന്ന് ജർമ്മനിയിലെയും കാനഡയിലെയും അധികാരികൾ അന്വേഷണം ആരംഭിച്ചു. സൈപ്രസ് തങ്ങളുടെ പൗരത്വം അദ്ദേഹത്തെ എങ്ങനെ ഉപയോഗിച്ചുവെന്ന് പരിശോധിക്കുന്നതിനായി പറഞ്ഞു. Booking.com പ്ലാറ്റ്ഫോം ഈ ശൃംഖലയുമായി ബന്ധപ്പെട്ട ജർമ്മൻ ഹോട്ടലുകളെ തങ്ങളുടെ ലിസ്റ്റിംഗിൽ നിന്ന് നീക്കം ചെയ്തു. ഖമേനിയുടെ ലണ്ടൻ വസ്തുവകകൾ വാങ്ങിയതും കൈവശം വെച്ചിരിക്കുന്നതും ഐൽ ഓഫ് മാനിൽ രജിസ്റ്റർ ചെയ്ത ബർച്ച് വെഞ്ചേഴ്സ് എന്ന ഷെൽ കമ്പനി വഴിയാണ്. അൻസാരിയാണ് അതിന്റെ ഗുണഭോക്താവെന്ന് ബ്ലൂംബെർഗ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഷോറൂമും ICIJയും നടത്തിയ പുതിയ അന്വേഷണത്തിൽ ആ കമ്പനി നടത്തിയ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിൽ ഒന്നിന് പിന്നിലെ ധനസഹായമാണ് വെളിപ്പെടുത്തുന്നത്. 2013 ലണ്ടനിലെ ബിഷപ്സ് അവന്യൂവിൽ 20 ദുന്നത്തിലധികം, അതായത് ഏകദേശം 5 ഏക്കർ വിസ്തൃതിയുള്ള വസ്തുവകകൾ വാങ്ങാൻ ഷെൽ കമ്പനിക്ക് 36 ദശലക്ഷം പൗണ്ട് വായ്പ ലഭിച്ചു. എന്തിനാണ് കമ്പനിക്ക് വായ്പ ആവശ്യമായി വന്നതെന്ന് വ്യക്തമല്ല. എന്നാൽ ഫണ്ടുകളുടെ ഉറവിടത്തെക്കുറിച്ച് ചോദ്യം ചെയ്തേക്കാവുന്ന സാഹചര്യങ്ങളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ പദ്ധതികളിൽ ഉപയോഗിക്കുന്ന ഒരു സാധാരണ രീതിയാണ് വായ്പകളെന്ന് സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആ സമയത്ത് അൻസാരി ഒരു ഇറാനിയൻ ബാങ്കർ എന്ന നിലയിൽ മാത്രമാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹവുമായി ബിസിനസ് ചെയ്യുന്നതിൽ നിന്ന് ഉപരോധങ്ങളോ നിയമപരമായ നിയന്ത്രണങ്ങളോ തടസ്സമായിരുന്നില്ല. വായ്പ അനുവദിച്ചത് എൽജെ പാർട്ട്ണർഷിപ്പ് എന്ന ബ്രിട്ടീഷ് സ്വകാര്യ നിക്ഷേപ ഫണ്ടിന്റെ ഒരു സബ്സിഡറി വഴിയാണ്. എന്നാൽ യഥാർത്ഥ ധനസഹായം വന്നത് ടോപ്പ് ലാൻഡ് ജൂപ്പിറ്റർ ലിമിറ്റഡ് എന്ന മറ്റൊരു കമ്പനിയിൽ നിന്നും. ടോപ്പ് ലാൻഡ് ഐൽ ഓഫ് മാൻ കമ്പനിയെ കുറിച്ച് പറയാതെ എൽജെ പാർട്ട്ണർഷിപ്പിന് വായ്പ അനുവദിച്ചെന്ന് അറിയിപ്പിൽ പറയുന്നുണ്ട്.
പണത്തിന്റെ ഉറവിടം ഇറാനിയൻ പക്ഷത്തിന് അറിയാമായിരുന്നു. ടോപ്പ് ലാൻഡിന്റെ പേര് വായ്പയുടെ ഗ്യാരണ്ടി രേഖകളിൽ പ്രത്യക്ഷപ്പെട്ടു. അതിൽ ഈടായി നൽകിയ 12 ലണ്ടൻ വീടുകൾ ഉൾപ്പെടുന്നുണ്ട്. 2 വർഷത്തിന് ശേഷം 2015 സെപ്റ്റംബറിൽ വായ്പ പൂർണ്ണമായും തിരിച്ചടച്ചതായും രേഖകൾ വെളിപ്പെടുത്തുന്നുണ്ട്. എൽചെ പാർട്ട്ണർഷിപ്പും അൻസാരിയും തമ്മിലുള്ള ബന്ധം പിന്നീടുള്ള വർഷങ്ങളിലും തുടർന്നതായി അധിക രേഖകൾ കാണിക്കുന്നു. 2018 ഇതേ ലണ്ടൻ വസ്തുവകകൾ ഈടായി ഉപയോഗിച്ച് അൻസാരിയുമായി ബന്ധപ്പെട്ട മറ്റൊരു കമ്പനിയായ സിബ ലഷറിന് എൽചെ വെളിപ്പെടുത്താത്ത ഒരു തുക വായ്പ നൽകി. വായ്പയ്ക്ക് ധനസഹായം നൽകിയ കമ്പനിയായ ടോപ്പ് ലാൻഡ് ജൂപ്പിറ്റർ ഇസ്രയേൽ വംശജരായ വ്യവസായികളായ സോൾ, എ.ഡി. സക്കായ് എന്നിവർ സ്ഥാപിച്ച ബ്രിട്ടീഷ് നിക്ഷേപ സ്ഥാപനമായ ടോപ്പ് ലാൻഡ് ഗ്രൂപ്പിന്റെ ഭാഗമാണ്. ഇവർ യഥാർത്ഥത്തിൽ റമത്ത് ഖാൻ സ്വദേശികളായ സഹോദരങ്ങളാണ്. ഇസ്രയേലി സാമ്പത്തിക പത്രമായ ദി മാർക്കറിലെ പഴയ പ്രൊഫൈൽ അനുസരിച്ച് സോൾ സക്കായി 1970കളിൽ ലണ്ടനിലേക്ക് മാറുകയും 40,000 പൗണ്ടിന് ഒരു വെയർ ഹൗസ് വാങ്ങി 3 ആഴ്ചയ്ക്ക് ശേഷം 10 ലക്ഷം പൗണ്ടിന് വിറ്റതിന് ശേഷം ആകസ്മികമായി റിയൽ എസ്റ്റേറ്റിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. തന്റെ സഹോദരൻ എ.ഡിയോടൊപ്പം ചേർന്ന് അദ്ദേഹം ടോപ്പ് ലാൻഡിനെ ബ്രിട്ടനിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപ കമ്പനികളിൽ ഒന്നായി വളർത്തി. ശതകോടീശ്വര കണക്കിന് പൗണ്ട് മൂല്യമുള്ള ആസ്തികൾ ഇന്ന് കമ്പനിക്കുണ്ട്. സാമ്പത്തിക മാന്ദ്യകാലത്ത് അവർ തന്ത്രപരമായ ഏറ്റെടുക്കലുകൾ നടത്തി. മാർക്സ് ആൻഡ് സ്പെൻസർ വസ്തുവകകൾ $600 ദശലക്ഷം, ടെസ്കോ ആസ്തികൾ $1.2 ബില്യൺ വാങ്ങുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. റിപ്പോർട്ട് അനുസരിച്ച് വിദേശ വരുമാനത്തിന് 50% നികുതി നൽകണമെന്ന് ബ്രിട്ടൻ നികുതി നയം കൊണ്ടുവന്നതിനെ തുടർന്ന് 2009 സാക്കായ് ലണ്ടൻ വിട്ട് ഇസ്രയേലിലേക്കും ജിബ്രാൾട്ടറിലേക്കും മാറി. ആ സമയത്ത് അദ്ദേഹത്തിന്റെ സമ്പത്ത് $1.5 ബില്യൺ പൗണ്ടായി കണക്കാക്കപ്പെട്ടിരുന്നു. അതിനുശേഷം സോൾ സാക്കായ് ഇസ്രയേലും വിട്ടെന്നാണ് റിപ്പോർട്ട്. മാധ്യമങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരായി വിശേഷിപ്പിക്കപ്പെടുന്ന സഹോദരങ്ങൾ ജൂത ഇസ്രയേൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സംഭാവന നൽകിയിട്ടുണ്ട്. ഉദാഹരണത്തിന് 2018 സോൾ സാക്കായി ജൂത ദേശീയ ഫണ്ടിന്റെ ബ്രിട്ടീഷ് ശാഖയുടെ രക്ഷാധികാരിയായി. കൂടാതെ 2023 സഹോദരങ്ങൾ ഹോളോകോസ്റ്റ് അതിജീവിച്ചവരെ ആദരിക്കുന്ന വിരുന്നിന് ആതിഥേയത്വം വഹിച്ചു. 2025 സൺഡേ ടൈംസ് അവരുടെ സംയുക്ത സമ്പത്ത് $3.6 ബില്യൺ കണക്കാക്കി. വായ്പകൾ ക്രമീകരിച്ച എൽചെ ഗ്രൂപ്പ് പിന്നീട് പല മാറ്റങ്ങളിലൂടെ കടന്നു പോവുകയും ഇപ്പോൾ AITA എന്ന മറ്റൊരു കമ്പനിയുടെ ഭാഗവുമാണ്. ഷോറിമിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി ഈ അന്വേഷണങ്ങൾ അൽവാറിയം പിന്നീട് അൾട്ടി ടൈഡമാൻ ഗ്ലോബൽ എന്നിവ സ്ഥാപിക്കുന്നതിന് മുൻപ് നടന്ന എൽചെ പാർട്ട്ണർഷിപ്പിന്റെ ചരിത്രപരമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് കമ്പനി പറയുന്നുണ്ട്. നിലവിലെ കമ്പനിക്ക് മുൻപത്തെ സ്ഥാപനങ്ങൾ നടത്തിയ ചരിത്രപരമായ പ്രവർത്തനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്ന് അത് പറയുന്നുണ്ട്. ടോപ്പ് ലാൻഡ് ഗ്രൂപ്പ് ചോദ്യങ്ങളോട് പ്രതികരിച്ചില്ലെന്നും ജേർണലിസ്റ്റുകളുടെ കൂട്ടായ്മ വ്യക്തമാക്കുന്നുണ്ട്.